മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂറാണ് അറസ്റ്റിൽ. ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് NIA അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രത്യേക വിമാനത്തിലാണ് റാണയെ അമേരിക്കയിൽ നിന്ന് പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ എത്തിച്ചത്. അല്പസമയത്തിനകം റാണയെ പട്യാല കോടതിയിൽ ഹാജരാക്കും. സുരക്ഷ പരിഗണിച്ച് ഓൺലൈനായിട്ടാണ് കോടതിയിൽ ഹാജരാക്കുക. അറസ്റ്റ് ചെയ്ത തഹാവൂർ റാണയുടെ ചിത്രം NIA പുറത്തുവിട്ടു. ജോയിസ് ഡാനിയൽ ചേരുന്നുണ്ട്. NIA ആസ്ഥാനത്ത് നിന്നും നോബൽ മാരിക്കാരൻ എയർപോർട്ടിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും. ആദ്യം ജോയിസ് ഡാനിയലിലേക്ക്. ജോയിസ് ഡാനിയൽ ആൻഡ് നോബൽ, രണ്ടുപേർക്കും വെരി ഗുഡ് ഈവനിങ്. ഇപ്പോൾ തഹാവൂർ റാണയെ ദില്ലിയിൽ എവിടേക്ക് കൊണ്ടുവരുന്നു എന്നതിനെ ചൊല്ലി വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സുരക്ഷ മുൻകൈയെടുത്ത് കൊണ്ടുവരുന്ന ഡെസ്റ്റിനേഷൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലം വിമാനത്താവളത്തിൽ എപ്പോഴാണ് റാണയെ എത്തിച്ചത്? നീ നേരെ പട്യാല കോടതിയിലേക്ക് കൊണ്ടുപോകുമോ, അതല്ല മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ ഇരുത്തി ഓൺലൈനായിട്ടായിരിക്കുമോ കോടതിയിൽ ഹാജരാക്കുക? അരുൺകുമാർ, നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് വൈകുന്നേരമാണ് ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ തഹാവൂർ റാണയുമായി ഒരു പ്രത്യേക വിമാനം ദില്ലിയിലെത്തിയത്. അത് ദില്ലിയിലെ പാലം എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഈ ഒരു വിമാനം ഇറങ്ങുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായ ഒരു കാര്യമുണ്ട്. അതായത് രാവിലെ മുതൽ ഈ വിമാനം എപ്പോൾ എത്തും എന്നൊരു ആശങ്കയിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം വൈകുന്നേരം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടൊരു വിമാനം എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് ഈ വിമാനം മറ്റൊരു രാജ്യത്തിറങ്ങി വീണ്ടും ഇന്ധനം നിറച്ച ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തിയതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി NIA അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇയാളെ കൊണ്ടുവന്നതിനൊപ്പം എടുത്തു പറയേണ്ടത് നമ്മുടെ കമാൻഡോ സംഘവും ഒപ്പം തന്നെ NIA ഉദ്യോഗസ്ഥരും ഈ യാത്രാ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇല്ല എന്ന് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ NIA പുറത്തുവിടുമെങ്കിൽ പോലും ആ ഒരു ഇതിൽ മുഖം പോലും കാണിക്കാതെയാണ് ഈ ഒരു ഫോട്ടോ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കുന്നു. അതിനുശേഷം പ്രതിയെ ഈ പട്യാലയിലെ ദില്ലി കോടതിയിലേക്ക് കാണിക്കും. പ്രത്യേകിച്ച് NIA പ്രത്യേക കോടതി ഇപ്പോൾ തന്നെ സിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അടക്കമുള്ളവർ അവിടെ എത്തി, ജഡ്ജ് അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഓൺലൈൻ വഴി തന്നെയായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. എയർപോർട്ടിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ജോയിസ് ഡാനിയൽ ഇപ്പോൾ ഉള്ളത് ഈ എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ പാലം എയർഫോഴ്സ് എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വെച്ചിപ്പോൾ വൈദ്യപരിശോധന നടക്കുകയാണോ? നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പുറത്ത് കൊണ്ടുവരികയോ മാധ്യമപ്രവർത്തകർക്ക് റാണയെ കാണാനുള്ള അവസരമോ ലഭിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ പോലും പരിമിതിയുണ്ട്. അത്രമേൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്, അല്ലേ നോബൽ? അരുൺ, നമ്മളുള്ളത് പാലം എയർഫോഴ്സ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെയാണ് അല്പം മുമ്പ്, അതായത് 6:30 തന്നെ തഹാവൂർ റാണയുമായി പ്രത്യേക വിമാനം ലാൻഡ് ചെയ്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടി തന്നെ സജ്ജീകരണങ്ങൾ ഇതിനോടൊപ്പം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. 2 പ്രത്യേക എസ്കോർട്ടുകൾ മുൻവശത്തും അതോടൊപ്പം തന്നെ ഈ എയർപോർട്ടിനകത്ത് അത്യധികം സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന, അതായത് തഹാവൂർ റാണയുടെ വൈദ്യപരിശോധന ഈ എയർപോർട്ടിനകത്ത് വെച്ചാണ് നടത്തി. അതോടൊപ്പം തന്നെ അറസ്റ്റും രേഖപ്പെടുത്തിയത് ഇവിടെ വെച്ച് തന്നെയാണ്. US എയർ മാർഷലിന്റെ അതോടൊപ്പം തന്നെ NIA അടക്കമുള്ള മറ്റ് ഏജൻസികളൊപ്പം കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെയാണ് ഈ ദൌത്യം, അതായത് തഹാവൂർ റാണയെ ഇന്ത്യയിൽ മടക്കിയെത്തിക്കാനുള്ള ദൌത്യം പൂർത്തിയാക്കിയത് എന്നാണ് NIA തന്നെ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ തഹാവൂർ റാണയെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കും എന്നായിരുന്നു നേരത്തെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തക്കുറവ് ഇപ്പോഴും ഉണ്ട്. നേരിട്ട് പിന്നീട് NIA ആസ്ഥാനത്തേക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോവുക. NIA ആസ്ഥാനത്ത് വിശദമായി ചോദ്യം ചെയ്യുക എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഏജൻസി ലക്ഷ്യം വെക്കുന്നത്. കാരണം ഈ മുംബൈ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഹാവൂർ റാണയ്ക്കൊപ്പം തന്നെ മറ്റ് ആർക്കെല്ലാം ഇതിൽ പങ്കാളികളുണ്ട്, ഇതുവരെ വരാത്ത പേരുകളൊക്കെ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ തഹാവൂർ റാണ നടത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും അന്വേഷണ ഏജൻസി ഉറ്റുനോക്കുന്നുണ്ട്. കാരണം അത്രയധികം ഇപ്പോൾ നമ്മൾ ഒരു നിമിഷം നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് NIA പുറത്തുവിട്ട ഈ തഹാവൂർ റാണയുടെ ചിത്രമാണ്. മുഖം കാണിക്കാതെയാണ് തഹാവൂർ റാണയുടെ ചിത്രം NIA ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൊടും ഭീകരനായ തഹാവൂർ റാണ, ഡേവിഡ് ഹിറ്റ്ലിയുമായി അടുത്ത ബന്ധം കുട്ടിക്കാലം മുതലുണ്ടായിരുന്ന തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഈ തഹാവൂർ റാണയാണ് എന്നാണ് സംശയിക്കുന്നത്. പാകിസ്ഥാനിൽ ജനിച്ച് കനഡയിലേക്ക് താമസം മാറിയ തഹാവൂർ റാണയെ വളരെ നീണ്ട നിയമയുദ്ധത്തിനും നയതന്ത്ര ഇടപെടലുകൾക്കും ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് തഹാവൂർ റാണയെ പുറത്തെത്തിക്കും. വൈദ്യപരിശോധന കഴിഞ്ഞാൽ ഒരുപക്ഷെ പട്യാല കോടതിയിൽ ഓൺലൈനായി ഹാജരാക്കിയ ശേഷമായിരിക്കും പുറത്തെത്തിക്കുക, അല്ലേ നോബൽ?
അരുൺ, അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇതിനോടകം തന്നെ കോടതിയിൽ ചില നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഓൺലൈനായി തന്നെ അദ്ദേഹത്തെ ഈ തഹാവൂർ റാണയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. നിലവിൽ ഈ പാലം എയർഫോഴ്സ് സ്റ്റേഷന്റെ അകത്ത് തന്നെയാണ് തഹാവൂർ റാണ ഉള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ആദ്യ ഫോട്ടോയാണ് ഇപ്പോൾ എൻഐഎ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. മുഖം കാണിക്കുന്നില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്താണെങ്കിലും തഹാവൂർ റാണയെ എത്തിക്കില്ല എന്നാണ് നമുക്ക് എൻഐഎ അടക്കമുള്ള ഏജൻസികളിൽ നിന്ന് വിവരം ലഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൺലൈനായി ഒരുപക്ഷെ ഒരു അടച്ചുമൂടിയ വാഹനത്തിലായിരിക്കും തഹാവൂർ റാണ ഈ പാലം എയർഫോഴ്സ് സ്റ്റേഷന് പുറത്തേക്ക് വരിക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതീവ സുരക്ഷയിൽ തന്നെ എത്രയും വേഗം സുരക്ഷയിലാണ് പാലം എയർഫോഴ്സ് സ്റ്റേഷനും ഇപ്പോൾ ജോയ്സ് ഡാനി നിൽക്കുന്ന എൻഐഎ ആസ്ഥാനവും ഇപ്പോഴുള്ളത്. തിഹാർ ജയിലിലാണ് തഹാവൂർ റാണയ്ക്ക് മുറിയൊരുങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം.